രാഗി, നമുക്ക് ഈ ബിസിനസ്സില് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലമല്ല, ഓരോ ദിവസവും കോമ്പറ്റീഷൻ കൂടിക്കൂടി വരിക. നമുക്ക് ഈ കമ്പനി അങ്ങ് വിറ്റാലോ? എന്തൊക്കെയാ സാഗറി പറയുന്നത്? കമ്പനി വിൽക്കാനോ? ഈ കമ്പനി ഞാൻ നിലനിർത്തുന്നത് ലാഭത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ ഏട്ടന്റെ ഓർമ്മകൾക്ക് കൂടി വേണ്ടിയാ. എന്തുപറ്റി സാഗർ? സോറി, കയ്യിന്ന് വഴുതി വീണതാ. ചിലപ്പോഴൊക്കെ മനസ്സ് പറയും ഞാൻ രാജീവേട്ടനോട് എന്തോ പൊറുക്കാനാകത്ത തെറ്റ് ചെയ്തെന്ന്. അത് രാഗി നിന്റെ തോന്നലാ? അല്ല, ചിലപ്പോ കൂടപ്പിറപ്പായ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴും ദിയമോള് മറ്റൊരു വീട്ടിൽ. അന്ന് ആക്സിഡന്റില് ആ നശിച്ച ജന്മം കൂടെ ചത്ത് തൊലഞ്ഞിരുന്നെങ്കില് ഉള്ളതെല്ലാം വിറ്റ് കാശാക്കി നാട് വിടായിരുന്നു. സാഗർ എന്താ ആലോചിക്കുന്നേ? ദിയമോളെ കുറിച്ചാണോ? എങ്ങനെ ദിയമോളെ നമുക്ക് കൊണ്ടുവരണം? വിക്രം, ഇപ്പോ മറ്റു അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ അല്ലേ? എഴുന്നേറ്റ് നടക്കാൻ എല്ലാം സാധിക്കും, പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും. വിക്രമിനെ ഇവിടെ കൊണ്ടുവരുമ്പോ ഓക്സിജൻ ലെവൽ വരെ വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഡോക്ടർ, എത്ര നാളായി ഇവിടെ? ഡിസ്ചാർജ് എഴുതി കഴിഞ്ഞു, ഇന്ന് തന്നെ പോകാം. വിക്രം ഇത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ആയതിന്റെ പിന്നിൽ വർഷയുടെ കെയറും കൂടിയുണ്ട്. വർഷേ, ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു 40% ആള് ശരിയായിട്ടുള്ളൂ. ബാക്കി 60% ഇനി അങ്ങോട്ടുള്ള പരിചരണത്തിലായിരിക്കുന്നത്. മെഡിസിൻ എടുത്തിട്ട് പോണം. കൃത്യമായിട്ട് ആഹാരം കഴിക്കണം, മുടക്കം വരാൻ പാടില്ല, ധാരാളം വെള്ളം കുടിക്കണം, നല്ല ഉറക്കവും വേണം, പിന്നെ കുറച്ച് എക്സസൈസും വേണം. അത് ഫിസിയോതെറാപ്പിസ്റ്റ് കാണിച്ചു തരും. അത് മുടങ്ങാതെ ചെയ്യണം. വർഷേ, വിക്രമിന് വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ? ആ വീട്ടില് ഞാൻ വർഷേ, പെട്ടെന്നൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഭാര്യയായ നിങ്ങൾ തന്നെ വിക്രമിന്റെ കൂടെ നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, യഥാർത്ഥ ചികിത്സയെന്ന് പറയുന്നത് സ്നേഹവും പരിചരണവും. ഇനി ചെക്കപ്പിന് വരുമ്പോ ഓടിച്ചാടി നടക്കണം കേട്ടോ. അപ്പോ വർഷ വിക്രത്തിനൊപ്പം വീട്ടിലേക്ക് പോവല്ലേ? പോവാം. ഈ മെഡിസിൻ ഒരാള് ഫാർമസിന്ന് വാങ്ങിക്കോളൂ. മെഡിസിൻ ഞാൻ വാങ്ങാം. ശ്യാമ നിക്ക്. ക്യാഷ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഒരാൾ വന്നാ ബില്ല് തരാം. ഞാൻ വരാം. ഞാനിപ്പോ പോയിട്ട് വരാം.
പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരണം. അതിനെന്താ, നിങ്ങൾ സംസാരിക്കും. ശ്യാമേ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വിക്രം, എന്തുണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. സാറേ, ഞാനങ്ങോട്ട്. ശരി. പക്ഷേ വിരോധമില്ലെങ്കിൽ എന്റെ അടുത്തൊന്ന് വന്നിരിക്കാമോ?